ജ്യോതിഷവിധിയിലെ 4ാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ച പാലക്കാട് നിന്നും രാധാകൃഷ്ണനാണ് നമുക്ക് എഴുതിയിരിക്കുന്നത്. നമസ്കാരം. തമിഴ്നാട്ടിൽ തുണിയുടെ ബിസിനസ് നടത്തുകയാണ് ഞാൻ. 6 മാസങ്ങൾക്ക് മുൻപ് ബിസിനസ്സിൽ കൂടുതൽ മുതൽ മുടക്കി വിപുലീകരിക്കുവാൻ സാധിച്ചു. എന്നാൽ അതിനുശേഷം പ്രതീക്ഷിച്ച പോലെ തൊഴിൽ അഭിവൃദ്ധിപ്പെട്ടില്ല. ജാതകപ്രകാരം ശനിദോഷം ഉണ്ടെന്നറിയാം. അതിനുവേണ്ട പരിഹാരങ്ങളും പൂജകളും നടത്തിയിട്ടും ഫലം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ബിസിനസ് മോശമാണ്. അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു യന്ത്രം കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഫലം കൂടി അറിയണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. രാധാകൃഷ്ണൻ്റെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. രാധാകൃഷ്ണന് 37 വയസ്സ് കഴിഞ്ഞ് 7 മാസം 22 ദിവസമാകും. അതിൽ ഇപ്പോൾ ചന്ദ്രൻ്റെ ദശാകാലമാണ് ജാതകപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രദശാകാലം ആരംഭിച്ച് 7 കൊല്ലം 4 മാസം 13 ദിവസമായി. ഇനി 2 വർഷം 7 മാസം 17 ദിവസമുണ്ട് ചന്ദ്രൻ്റെ ദശാകാലം കഴിയാൻ. ജാതകപ്രകാരം കുറച്ചൊരു അഭിവൃദ്ധി ചെയ്യുന്നൊരു ദശാകാലമായിട്ടാണ് താങ്കളുടെ ജാതകപ്രകാരം ചന്ദ്രദശാകാലം പറഞ്ഞിരിക്കുന്നത്. മനപ്രസാദം പ്രകരോധി ചന്ദ്രഹ എന്നുള്ളതായിരിക്കുന്ന വിധിപ്രകാരം തന്നെ വളരെയധികം ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യുന്നതായിരിക്കണം. ചന്ദ്രന്റെ ദശാകാലത്തിൽ നല്ല ഉയർന്ന സ്ഥിതിയിലെത്താനുള്ള പൂർണ്ണമായിരിക്കുന്ന ഒരു യോഗവും ജാതകപ്രകാരം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 1 മാസം 13 ദിവസമായിട്ട് ജാതകപ്രകാരം ചന്ദ്രദശയിലെ കേതുവിൻ്റെ അപഹാര കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേതുവിൻ്റെ അപഹാര സമയം കുറച്ചൊരു ദോഷം ചെയ്യുന്നൊരു സമയ കാലഘട്ടമായിട്ടാണ് ജാതകപ്രകാരം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഒരു 5 മാസം 17 ദിവസം കൂടിയിട്ട് ബാക്കി നിൽക്കുന്നുണ്ട് കേതുവിൻ്റെ അപഹാര പീരീഡ് കഴിയാൻ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രദശയിലുള്ള കേതുവിൻ്റെ അപഹാര കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവവേദ്യമാകണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കേതുർദശായ അരിചോരഭൂപൈഹി എന്നുള്ളതായിരിക്കുന്ന നിയമപ്രകാരം തന്നെ ശത്രുവർദ്ധനവുണ്ടാകുവാനും വിശ്വാസവഞ്ചനയ്ക്കും കാര്യപരാജയത്തിനും ഒക്കെ തന്നെ ഇട നൽകുന്ന ഒരു സമയമായിട്ടാണ് കേതുവിൻ്റെ അപഹാരം സൂചിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ 2011 നവംബർ മാസം മുതലൊക്കെയായിട്ട് താങ്കളുടെ ജാതകപ്രകാരം കണ്ടകശിനി എന്നുള്ളൊരു സമയമോശം കൂടിയിട്ട് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2014 വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം കണ്ടകശിനിയുടെ സമയദോഷ പീരീഡായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടകശിനി കാലത്തിൽ തൊഴിൽപരമായിരിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവമാകാനുള്ള സാധ്യത കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞു ജാതകപ്രകാരം ശനിദോഷം ഉണ്ടെന്നറിയാം എന്ന് പറഞ്ഞു. അതിന് വേണ്ട പരിഹാരങ്ങളും പൂജകളും നടത്തിയിട്ട് ഫലം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ട എന്ത് പരിഹാരങ്ങളും പൂജകളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും കണ്ടകശനിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പരിഹാരങ്ങളോ പൂജകളോ നടത്തിയിട്ട് പൂർണ്ണമായിരിക്കുന്ന തോതിൽ മാറ്റുവാൻ അതിനെ ഒരിക്കലും സാധിക്കില്ല. കാരണം ശനിപ്പഴ ആ സമയത്തിൽ ശിവനടക്കം ഭിക്ഷയാചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണ മനുഷ്യരാണ് നമ്മളുടെ അവസ്ഥ പ്രത്യേകം പറയാനില്ല. നമ്മൾക്ക് ദോഷഫലത്തിനെ മുഴുവനായിട്ട് മാറ്റാൻ സാധിക്കില്ലെങ്കിലും ഒരു പരിധിവരെ കുറയ്ക്കുവാനേ സാധിക്കുകയുള്ളൂ. ശനിയാഴ്ച ദിവസം വ്രതം എടുക്കുക, അതുപോലെ തന്നെ അയ്യപ്പനെയും ഹനുമാനെയും പ്രാർത്ഥിക്കുക, ഈ വക കാര്യങ്ങൾ നടത്തുന്ന നിമിത്തമായിട്ട് ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറവാക്കാം എന്ന് മാത്രമേ പ്രധാനമായിട്ടും പറയുന്നുള്ളൂ. ഒരിക്കലും ജാതകപ്രകാരമുള്ള ദോഷത്തിനെ മുഴുവനായിട്ട് മാറ്റാം എന്നുള്ളത് കരുതുന്നത് വിഡ്ഢിത്തം തന്നെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കുറവാക്കാം. അതിനനുസരിച്ചിട്ട് നമ്മളുടെ ജീവിതശൈലിയിലും മറ്റും മാറ്റങ്ങൾ ക്രമീകരിക്കുകയാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഈ സമയത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു വിപുലീകരിക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യം. ബിസിനസ് ഈ സമയത്തിൽ ഒരു പരിധിവരെ ദോഷമില്ലാതെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടായിരുന്നു താങ്കൾ ശ്രമിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ ദോഷ സമയമാണ് എന്ന് അറിഞ്ഞിട്ടും താങ്കൾ ബിസിനസ്സിൽ കൂടുതലായിട്ട് മുതൽ മുടക്കി വിപുലീകരിക്കാൻ ശ്രമിച്ചത് കുറച്ചൊരു ദോഷമായി. അതുകൊണ്ടാണ് ജാതകപ്രകാരം കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കാൻ സാധിച്ചത്. താങ്കൾക്ക് പ്രതീക്ഷിച്ച രീതിയിൽ വിജയം കിട്ടാതിരിക്കാനും ഒരു കാരണം അതായിരിക്കാനുള്ളൊരു സാധ്യത പറയുന്നുണ്ട്. ഇപ്പോഴും ബിസിനസ് മോശമാണ്. അഭിവൃദ്ധി ഉണ്ടാകുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഈ കേതുവിൻ്റെ ദശ അപഹാര കാലഘട്ടം കൂടിയായിരിക്കുന്നതുകൊണ്ട് അഭിവൃദ്ധി എന്നുള്ളതിനേക്കാൾ ഉപരി നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ശ്രമിക്കേണ്ടത്. കാരണം കേതുദശയിൽ ഒരുപാട് നാശങ്ങൾക്കുള്ള സാധ്യതയും പ്രോഷണം ആത്മദേശാൽ എന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. പ്രോഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിച്ചോടേണ്ട അവസ്ഥകൾ വരെ വരുത്തിക്കുന്ന ഒരു സമയം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലനിൽപ്പിനാണ് ഈ സമയത്തിൽ കൂടുതലായിട്ട് താങ്കൾ ശ്രദ്ധ പുലർത്തേണ്ടത്. ഒരുപാട് ധനം മുടക്കിയിട്ടുള്ള ബിസിനസ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പാടില്ല. ഇതിനുശേഷം ശുക്രൻ്റെ അപഹാര കാലഘട്ടം വരുമ്പോൾ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. ഇപ്പോൾ ഒരു യന്ത്രം കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഫലം
ഫലം കൂടി അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് യന്ത്രമാണ് എന്നുള്ളത് എഴുതിയിട്ടില്ല. അതുമാത്രമല്ല, അതിൻ്റെ ഫലം അറിയണമെങ്കിൽ പ്രശ്നം വെച്ച് നോക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ജാതകപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം പറയുവാനേ നിർവാഹമുള്ളൂ. അതിനടുത്തുള്ളൊരു ദൈവജ്ഞനെ കണ്ട് ഏത് യന്ത്രമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ഒന്ന് പ്രശ്നം വെച്ച് നോക്കുന്നത് അതിൻ്റെ ഫലം അറിയുവാൻ സഹായിക്കും. എന്തായാലും 5 മാസം വരെ 5.5 മാസം വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം കേതുവിൻ്റെ അപഹാര കാലഘട്ടമായതിനാൽ ഈ സമയത്തിൽ പ്രായേണ വിജയം കുറവായിട്ടാണ് കാണുന്നത്. ഈ ദോഷഫലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് കേതു പ്രീതികരങ്ങളായിട്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമായിട്ട് പറയുന്നുണ്ട്. ഒപ്പം ശനീശ്വര പ്രീതികരങ്ങളായിരിക്കുന്ന കാര്യങ്ങളും അനുഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികളെ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനന സമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലം അറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ, UTV, ആദിത്യ ഇൻ, മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടുന്നതായ വിലാസം: പാടൂർ ജോഡ്സൺ, KP ശ്രീവാസ്തവ്, SBT ബാങ്കിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447 320192.